റഷ്യക്കെതിരെയുള്ള ഉപരോധം കടുപ്പിച്ച് യൂറോപ്യൻ യൂണിയൻ. അതിന്റെ ഭാഗമായി ആദ്യത്തെ ടെസ്റ്റ് ഡോസ് നടന്നിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഗുജറാത്തിലെ വാടി നഗറിൽ പ്രവർത്തിക്കുന്ന നയാര എനർജി റിഫൈനറി, ആ റിഫൈനറിയുടെ പ്രവർത്തനം ഇപ്പോൾ നിലയ്ക്കുന്ന നിലയിലേക്ക് അത് മാറിയിരിക്കുന്നു. നമുക്ക് സുപരിചിതമാണ് ഈ കമ്പനി, കാരണം നയാര പെട്രോൾ പമ്പുകൾ നമ്മുടെ നാട്ടിലും വളരെ സുലഭമായി തന്നെ കാണാൻ കഴിയും. രാജ്യത്താകമാനം 6750 പെട്രോൾ പമ്പുകളാണ് ഈ നയാര ഗ്രൂപ്പിനുള്ളത്. ഈ നയാര എനർജി എന്ന് പറയുന്നത് റഷ്യയുടെ കമ്പനിയാണ്, റഷ്യൻ കമ്പനിയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു നീല ബോർഡിൽ നയാര എന്ന പച്ച കളറിൽ എഴുതി വെച്ചിരിക്കുന്ന ആ പെട്രോൾ പമ്പുകൾ ഈ റഷ്യ പെട്രോൾ പമ്പുകളാണ്. റഷ്യയുടെ ഉടമസ്ഥയിലുള്ള റോസ് നെഫ്റ്റിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗിക ഉടമസ്ഥയിലുള്ള കമ്പനിയാണ് ഇത്. ഈ കമ്പനി ഇന്ത്യയിൽ ഈ റീറ്റെയിൽ രംഗത്ത് വളരെ കുറവാണ്. 6750 പമ്പുകൾ മാത്രമേ ഉള്ളൂ. റീറ്റെയിൽ രംഗത്ത് അവർ കുറവാണ് എങ്കിലും ഗുജറാത്തിലെ വാടി നഗറിലെ അവരുടെ റിഫൈനറിയിൽ ശുദ്ധീകരിച്ച ക്രൂഡ് ഓയിൽ യൂറോപ്പിലേക്കും മറ്റും കയറ്റി അയക്കുന്നുണ്ട്. ഇതാണ് ഈ കമ്പനിയെ ലക്ഷ്യം വെക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അവരുടെ യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി കാജ കല്ലാസ് പറയുന്നത് തങ്ങൾ ഫ്ലാഗ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെന്നാണ്. എന്താണ് ഈ ഫ്ലാഗ് രജിസ്ട്രേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യയുടെ ഫ്ലാഗുകളുള്ള കപ്പലുകളും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടേതടക്കമുള്ള ഫ്ലാഗുകളുള്ള കപ്പലുകളെ ഉപരോധിക്കുക എന്നുള്ളതാണ് ഈ ഫ്ലാഗ് രജിസ്ട്രി പുറത്തിറക്കുന്നത് കൊണ്ടുള്ള ആ ഒരു കാര്യം. ആദ്യമായി ഇറക്കിയ ഫ്ലാഗ് രജിസ്റ്ററിൽ ഇന്ത്യൻ പതാകയുമുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ നിലവിൽ 400 കപ്പലുകൾക്കാണ് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെ മറികടക്കാനായി റഷ്യ ഷാഡോ ഷിപ്പിംഗ് നെറ്റ്വർക്ക് ഊർജിതമാക്കിയിട്ടുണ്ട്. അതായത് ഈ ഷിപ്പുകളില്ലാതെ മറ്റു രാജ്യങ്ങളുടെ പതാകകൾ വഹിക്കുന്ന ഷിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള എണ്ണ കടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എണ്ണയുടെ ഈ ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷാഡോ ഷിപ്പിംഗ് നെറ്റ്വർക്കുകൾ റഷ്യ ഊർജിതമാക്കിയിരിക്കുന്നത്. ഏതായാലും റുട്ടെ പറയുന്നത് ഇന്ത്യയും ചൈനയും ഇത് തുടരുകയാണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ്. ഏതായാലും ഇന്ത്യ നമ്മുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇരട്ടത്താപ്പ് അനുവദിക്കില്ല, ഭീഷണി വിലപ്പോവില്ല, ഏകപക്ഷീയമായ ഉപരോധങ്ങളെ അംഗീകരിക്കില്ല എന്ന് ഇനി ചൈനയുടേതായുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. ഏതായാലും ലോകം ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് നീങ്ങുമ്പോൾ അത് എണ്ണയുടെ പേരിലേക്ക് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതിന്റെ ആദ്യ പരീക്ഷണ വേദിയായി ഇന്ത്യയെ യൂറോപ്യൻ യൂണിയനുകൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിൽ റഷ്യയുടെ കമ്പനിയായ നയാര എനർജി പൂട്ടിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ ഉപരോധം തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ആ കമ്പനിയിലേക്ക് വരുന്ന റഷ്യൻ ഷിപ്പുകളും മറ്റുമൊക്കെ ഉപരോധത്തിൽ വലഞ്ഞതോടുകൂടി, ഇല്ലെങ്കിൽ അതിലേക്ക് വരുന്ന എണ്ണയുടെ വരവ് കുറഞ്ഞതോടുകൂടി വലിയൊരു നഷ്ടത്തിലേക്ക് ഒരുപക്ഷെ ഈ നയാര എനർജി പോയേക്കാം. ഈ അടുത്ത സമയത്താണ് റിലയൻസ് ഗ്രൂപ്പുമായിട്ട് ഈ നയാര എനർജി ഒരു ചർച്ച നടത്തിയിരുന്നു. ഈ രണ്ട് കമ്പനികളും ചേർന്ന് ഒരു സംയുക്ത സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. അതേതായാലും വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ഈ അവസ്ഥയിൽ ഉണ്ട്. ഇത്തരത്തിൽ ഈ സംഭരണശാല പൂട്ടുകയാണെങ്കിൽ യൂറോപ്പിലേക്ക് അടക്കമുള്ള എണ്ണ കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് ഈ റിഫൈനറി വഴിയാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ശുദ്ധീകരിച്ച എണ്ണ നൽകിയിരുന്നത്. അതിന് ഇപ്പോൾ തടസ്സം നേരിടും. അങ്ങനെയെങ്കിൽ ഒരു തൊഴിൽ നഷ്ടം കൂടി ഉണ്ടാകും. ഏതായാലും ഇതിനെതിരെ ഉള്ള പ്രതികരണം വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടതായി വരും. ഇന്ത്യ ഏതായാലും പിന്നോക്കം പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങുമെന്ന് അടിക്കടി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നുമുണ്ട്.